ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്. പിതൃമോക്ഷ പുണ്യം തേടി ബലിതർപ്പണം നടത്തി ഭക്തർ. തിരുവനന്തപുരം ജില്ലയിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണത്തിന് എത്തിയത്. കർക്കടക വാവുബലിയോടനുബന്ധിച്ച് പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആംബുലൻസ്, അഗ്നിശമനസേന, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും ഭക്തർക്ക് ഏറെ സഹായകരമായി. ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന സിറ്റിംഗിൽ 135 പരാതികൾ പരിഗണിച്ചു. ഇതിൽ 34 എണ്ണം പരിഹരിച്ചു. 18 എണ്ണത്തിൽ റിപ്പോർട്ട് തേടി. 4 പരാതികൾ കൗൺസിലിംഗിന് വിട്ടു. 3 പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. കേരള പ്രവാസി കമ്മീഷൻ തിരുവനന്തപുരത്ത് നടത്തിയ അദാലത്തിൽ 67 കേസുകൾ പരിഗണിച്ചു. ഇതിൽ 20 എണ്ണം പുതിയ പരാതികളായിരുന്നു. 47 പേർ അദാലത്തിൽ ഹാജരായി. പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ്, സെക്രട്ടറി R ജയകുമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. പ്രവാസി കമ്മീഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അക്കാദമിക് ടോപ്പർ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം അക്കാദമിക് ടോപ്പർമാരുടെ മികച്ച നേട്ടങ്ങൾക്ക് അവരെ അഭിനന്ദിച്ചു. ആർമി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പ്രസാദും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, വനിതാ ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ 240 റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പേരൂർക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. SAPയിലെ 111 വനിതാ ബറ്റാലിയനിലെ 129 റിക്രൂട്ട് സേനാംഗങ്ങളുമാണ് പരേഡിൽ പങ്കെടുത്തത്. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആഭ്യന്തരമന്ത്രി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര കമ്മീഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന അദാലത്തിൽ 138 പരാതികൾ തീർപ്പാക്കി. ആകെ 163 പരാതികളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പരാതികൾ തിരുവനന്തപുരം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. തീർപ്പാക്കാനുള്ള പരാതികളിൽ ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ശേഷം കമ്മീഷൻ ഓഫീസിൽ വച്ച് പരിഹരിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.